വെൽക്കം ടു അവർ ചാനൽ ബിനാസ് പഹീലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. ഒന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന്. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ വ്ളോഗ്സ് കണ്ടവർക്കറിയാം, ഞാൻ എൻ്റെ തുടക്കത്തിലെ വ്ളോഗ്സൊക്കെ ഗോവയിലായിരുന്നു കേട്ടോ. പിന്നെ ഗോവ ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയത്തിക്ക് അവിടെ ജോലി കിട്ടിയിട്ട്. അപ്പോൾ അവൾ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൾ 6 monthsന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. 6 months ഗ്യാപ്പ് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൊബേഷൻ പീരീഡായിരുന്നു ഈ ടൈം. അപ്പോൾ ആ സമയത്ത് അവർക്ക് ലീവ് കൊടുക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 6 months ആയി. അപ്പോൾ എന്തായാലും ഓണമല്ല, അപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്, അപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഒരു സർപ്രൈസ് പോലെ പോകാമെന്ന്. കാരണം സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല, അവൾ ട്രെയിനാണ് വന്നത് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല, കാരണം ഇവന് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എത്തുമ്പോൾ 12 മണിയൊക്കെ കഴിയും. അപ്പോൾ ആ ടൈമിൽ തന്നെ അവളും എത്തണത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഒരു സർപ്രൈസ് പോലെ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കണേ. അങ്ങനെ അപ്പോൾ പിലും ഹായ് പറഞ്ഞേ, ഹായ്. അപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോനാണ് കേട്ടോ പോണത്. അപ്പോൾ ടൈം ഏകദേശം എത്ര മണിയാ? 2:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അവർ ജസ്റ്റ് എത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചെല്ലണ കാര്യം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഞാനിവിടുത്തെ അടുത്ത് ഓട്ടോ ചേട്ടനുണ്ട്, അപ്പോൾ അവരെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ അതിന് മുന്നായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ പിന്നെ ഓട്ടോ വരുന്നതിൻ്റെ തിരക്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ അത്രയുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാൻ ഓട്ടോ വിളിക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, അവിടെ വീട്ടിൽ ചെന്നിട്ട്. ഓക്കെ, ബൈ. അപ്പോൾ ഓണത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ, മാപ്രാണം പള്ളിയിൽ. അപ്പോൾ അതിൻ്റെ കടകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഞാൻ വൈകിട്ട് തിരിച്ച് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരാം. എന്താ ജസ്റ്റ് ഞാൻ മുൻപൊരു വ്ളോഗിൽ പള്ളി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പോൾ ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചു. ഞങ്ങൾ ഓട്ടോ ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ മാമൻ ഗോവയിലുണ്ട് കേട്ടോ, മൂത്ത മാമൻ ഗോവയിലാണ്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ വന്നതിൻ്റെയും പിന്നെ ഗോവയിൽ പോയപ്പോൾ ഉള്ള വീഡിയോസ്. അപ്പോൾ അവർ കൊടുത്തയച്ചു കേട്ടോ നോവയുടെ കയ്യിൽ കേക്ക്സും. നല്ല അടിപൊളി കേക്ക്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആൻറ്റിനെ പറഞ്ഞിരുന്നു നല്ല കേക്ക്സാണെന്നുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ പലഹാരങ്ങൾ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറച്ച് സാധനങ്ങൾ കേട്ടോ, നല്ല പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കുക കേട്ടോ. കള്ളിൻ്റെ കുത്ത് തന്നെ വരെ. ഇത്
വൈൻ ചോക്ലേറ്റ് ട്രഫില് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ നാളായി പാടത്തേക്ക് പോയിട്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പാടം. അപ്പോൾ അവിടേക്ക് തന്നെ പോകണേട്ടോ. അപ്പോൾ പോച്ചു അവിടെ നിന്ന് ഒരു ചൂണ്ടയൊക്കെ എടുത്ത് വേണം. മീനൊന്നും കിട്ടുമൊന്നുമില്ല, അവൻ വെറുതെ എടുത്ത് വണ്ടി അങ്ങനെ. അപ്പോൾ ഞങ്ങൾ നടന്നാട്ടോ പോയത്. അപ്പോൾ അമ്മയും അപ്പയും വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നടന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കാം.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ഇരുട്ടൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ പപ്പ അമ്മയും നോവെന്നെ കൊണ്ടാക്കി. പിന്നെ ഇപ്പോൾ ചേട്ടൻ വൈകിട്ട് അങ്ങോട്ട് വരില്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചേലൂർക്ക് തന്നെ പോയി. അപ്പോൾ ഞാൻ വൈകിട്ട് പള്ളിയുടെ ലൈറ്റൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, നിറയെ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഓരോ വർഷം ഓരോ ടൈപ്പിലാണ് ഒരു ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ വരുന്ന ഒരു തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സർപ്രൈസ് കൊടുക്കുന്നത് രസമല്ലേ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. പിന്നെ എൻ്റെ വീഡിയോസ് കുറച്ച് വൈകിയാട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, ഓണത്തിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ, കാരണം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പീലൂനും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടെ എനിക്ക് ടൈം ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആവണേ. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.